ഹായ്, നമുക്ക് പുതിയ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരിക്കൽ മാജികങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ കാണാം. ചെറിയൊരു ട്രിക്കാണ്. നിങ്ങൾ പല ഉത്സവപ്പറമ്പുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റേ മുച്ചിട്ടുകളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാറുണ്ട്. ചിലപ്പോൾ തമാശനായാലും വീട്ടിലിരുന്നൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ അത് വീട്ടിൽ നിന്ന് കളിക്കുന്നവരല്ല, പൊതുസ്ഥലങ്ങളിൽ ചെന്ന് കളിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. നേരെ അവർ കാണിച്ചെന്നാൽ പോലും അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടാതെ പോകുന്നതാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നോക്കാം, ഇതിലേക്ക് നോക്കുക. നമ്മുടെ പണ്ടത്തെ 20 ഒരു കോയിനാണിത്. 20 പൈസ കോയിനാണ്, നേരത്തെ ഉണ്ടായിരുന്നതാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ധാരണയില്ല. അത് ഓക്കെ, 20 കോയിനാണ്. എന്തോ ഇത് പഴയ 20 കോയിൻ എടുത്ത് കാണിക്കുന്നതാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് 20 കോയിൻസ് പലതും ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ക്ലോസപ്പിൽ ആയിട്ട് കാണിക്കുന്നത്. ഇതാണ് 20 കോയിൻ. നോക്കാം. ഇനി ഇതുപോലെ രണ്ട് ചെപ്പാണ് എൻ്റെ ഉള്ളത്. ഒരു ചെപ്പിനകത്ത് ഇതുപോലെ ഒരു 5 രൂപ കോയിൻ വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഒരു 5 രൂപ കോയിനുണ്ട്. വേറെ ചെപ്പിനകത്ത് ഒരു 20 പൈസയുടെ കോയിനുമുണ്ട്. 20 പൈസ കോയിൻ കാണാനുണ്ട്. 20 പൈസയുടെ ഒരു കോയിനാണ് അടുത്ത ചെപ്പിലിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒന്ന് 5 രൂപ കോയിനും 5 രൂപ കോയിനും 20 പൈസയുടെ കോയിനും. അങ്ങനെ രണ്ട് ഞാനെന്ന് പറയുന്ന ചെപ്പ് കൊണ്ട് മൂടുവാണ്, രണ്ട് മൂടിയിരിക്കുന്നു. അപ്പം ഇതിൽ എത്ര ഇരിക്കണേ? 5 രൂപ. ഇതിൽ 20. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലേതിലാണ് 5 രൂപ കോയിൻ ഇരിക്കുന്നത്? അതാണ് ചോദ്യം. ഞാൻ ആദ്യമേ വെച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏതിലാണെന്നുള്ളത്. അപ്പം ഏതെങ്കിലും ഓർണത്തിൽ വെക്കാം. ഏതിൽ വെക്കട്ടെ? ഏതിൽ വെക്കണ്ടേ പറഞ്ഞു. ഇഷ്ടമുള്ളവരൊന്നും വെക്കാമോ? അപ്പോൾ നോക്കാം. ആദ്യം വേണ്ടി എന്നാൽ ഇതിൽ തന്നെ ഇപ്പം ഇതിലാണ് നമ്മൾ 5 രൂപ എന്ന് പറഞ്ഞാണല്ലോ വെച്ചത് അല്ലേ? ഇതിൽ വെക്കട്ടെ എന്നാൽ. ഓക്കെ, വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിലാണ് 5 രൂപ എന്നുള്ളത് നിങ്ങൾ കണ്ടു വെച്ചാണ് അതിൽ തന്നെ വയ്ക്കും. നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ 5 രൂപയും ഇതിൽ 20 പൈസ. അപ്പോൾ നോക്കാം നമുക്ക്. ഇവിടെ നോക്കുമ്പോൾ ആക്ച്വലി ആ വെച്ചതിൽ 20 പൈസയുടെ കോയിനിരിക്കുന്നു. നമ്മൾ നേരത്തെ കാണിച്ചു തന്നാണ് 20 പൈസ കോയിനാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ഇപ്പം. ഇപ്പോൾ നമ്മൾ ഇനി അതല്ല ഇപ്പുറത്ത് ഇതിലാണ് എത്ര? അപ്പോൾ 5 രൂപ കോയിനപ്പോൾ ഇതിലായിരിക്കും. ഇനി ഇതിലായിരിക്കും അല്ലേ? ഇതിലാണെന്നും പറഞ്ഞ് നമ്മൾ ചാടിക്കറി വയ്ക്കും. ഓക്കെ, നോക്കാപ്പേ. അതിലും 20 പൈസ കോയിനായിരിക്കും. 20 പൈസ കോയിനാണ് അതിലുള്ളത്. ഓണത്തിൽ 5 രൂപയും നമ്മൾ വെച്ചപ്പോൾ 1-ൽ 5, 1-ൽ 20 വെച്ച്. ഇപ്പം 2-ൽ 20 പൈസ. എന്നാൽ 20 പൈസ കോയിൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ 2-ലും വെച്ചു, 7-ലും വെച്ച് നമുക്ക് എടുത്ത് നോക്കാം. ഇനി 5 രൂപ. അപ്പോൾ വീണ്ടും നമുക്ക് ചോദിക്കാം, ഇവിടെയാണോ 5 രൂപ? വീണ്ടും പറഞ്ഞു ഇവിടെ 5 രൂപ എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. വീണ്ടും ഒന്നിനെടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ 20 പൈസ ആയിരിക്കും. പകരം ഇവിടെ ഇരിക്കുന്നത് 5 രൂപ. ഓക്കെ, ഇതാണ് നമ്മൾ വേറെ സ്ഥലത്ത് പോയി കളിക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ പല അബദ്ധങ്ങൾ പറ്റും. അവർ പല കളികളും കളിക്കും. അതാണ് ഇതൊന്നും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കാം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ 1-ൽ 5 മറ്റേ 20 പൈസയാണെന്ന് പറഞ്ഞു അല്ലേ? നോക്കാം. അപ്പം 2-ലും എന്നാ ഇരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ ഇരിക്കുന്നതുണ്ട്, ഇതിലുമുണ്ട്. 2-ലും നമ്മൾ എത്ര പൈസ? 1-ൽ 50-ൻ്റെയും മറ്റൊന്നിൽ എത്രൻ്റെയൊക്കെ വെച്ചേർന്നേ? 1-ൽ 5 രൂപ, 1-ൽ 20 പൈസ വെച്ചേർന്നേ അല്ലേ? ആക്ച്വലി എന്നാ ഇരിക്കുന്നത്? 2-ലും ഞാൻ വെച്ചത് എന്നൊക്കെ നോക്കി. അവിടെ 5 രൂപ, ഇവിടെ 5 രൂപയാണ്. അപ്പോൾ എത്രയൊക്കെ വെച്ചാണ്? 2-ലും എത്രയൊക്കെ വെച്ചാണ് പറഞ്ഞു? ഇതിൽ 5 രൂപ കവർ ചെയ്യുന്നു, ഇതിൽ 5 രൂപ അല്ലേ? ഇപ്പം 2-ലും 5 രൂപ. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഞാൻ ചോദിക്കുന്നു 5 രൂപ ഏതിലായിരിക്കണം എന്ന് ചോദിച്ചാൽ എന്നാ പറയും? അപ്പോൾ നിങ്ങൾ പറയും 2-ലും 5 രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതിൽ വേണം വയ്ക്കാം? ഇഷ്ടമുള്ള ഓർമ്മ വെച്ച് വെച്ചു സെലക്ട് ചെയ്യും. ഉടനെ നമ്മളെല്ലാ പൈസയും കൊണ്ട് അതിൽ തന്നെ വയ്ക്കും.
വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? കണ്ടുക്കുന്നവരെല്ലാവരും വാരിക്കൊരു വയ്ക്കില്ല. അയ്യോ എല്ലാത്തിനും 5 രൂപ, ഏത് വെച്ചാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ 5 രൂപ ഉണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കാശ് കൊണ്ട് വെക്കുന്നവരെ എടുത്ത് മാറ്റിക്കുമ്പോൾ അതിൽ തന്നെ ആയിരിക്കും അതിൽ 20 പൈസ ആയിരിക്കും, മറ്റേത് നോക്കിയാലും ആയിരിക്കും 5 രൂപ. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് 5 രൂപ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വാരിക്കൊരു കാശിലേക്ക് കൊണ്ടുപോയി അല്ലേ? അപ്പോൾ ഉടനെ നമ്മളെടുത്ത് നോക്കുമ്പോഴാണ് സംഭവം രസം പറഞ്ഞത്. ഇതിലെത്ര പൈസയാണ്? 20 പൈസ. ഇതിലിരിക്കുന്നത് 20 പൈസ. രണ്ടിലും 20 പൈസയാണ്. 5ന്റെ തുട്ടേ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് അത് ജയിപ്പിച്ച് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ.